ഹലോ ഗൈസ്, പത്തനംതിട്ട പുതിയ എപ്പിസോഡ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അബിയും നവിയും കൂടെ കറങ്ങാൻ വേണ്ടി ഇറങ്ങിക്കുവാണ് കേട്ടോ. അപ്പോൾ നവി ഒരു പൂക്കട കാണുമ്പോൾ പറയുന്നുണ്ട്, ദേ അവിടെ ഒന്ന് നിർത്തിക്കോ എന്ന് പറയുവാണ് കേട്ടോ. അപ്പോൾ അബിയൊക്കെയാണ് ഇവിടെ എന്താണെന്ന് ചോദിക്കുമ്പോഴേക്കും, ഇവിടെ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ലേ, പൂ മേടിക്കാൻ എനിക്കൊരു കുറച്ച് മുല്ലപ്പൂ മേടിച്ച് ഇതിൻ്റെ തലയിൽ വെച്ചേരണമെന്ന് പറയും കേട്ടോ. ഇതൊന്നും അബിക്ക് തീരെ സഹിക്കുന്നില്ല. അപ്പോഴത്തേക്കും കടക്കാരി ഇത് കേട്ടിട്ട് പറയുകയാണ്, അത് നേരെ സ്വർണ്ണം പോലെ തന്നെ സ്ത്രീകൾക്ക് വളരെ പ്രിയപ്പെട്ടതാണ് മുല്ലപ്പൂ, അത് ഇതുവരെ നിങ്ങൾക്ക് അറിയാൻ പാടില്ലേ എന്ന് ചോദിക്കും കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും നവി പറയണം, ഒരു 5 മുഴം എടുത്തോ എന്ന് പറയുമ്പോഴത്തേക്കും അബി 5 മുഴോ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അതിനൊക്കെ എന്ത് പൈസ ആവുമെന്ന് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ കടക്കാർ പറയുന്നുണ്ട്, മോൻ്റെ ചേട്ടൻ ഇവിടെ നിന്നാണല്ലോ മേടിക്കുന്നത്, 300 രൂപ തരും. 300 രൂപ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 500 രൂപയും തരും, അതാ സ്വഭാവം എന്ന് പറയുമ്പോൾ അബി പറയുന്നുണ്ട്, ഞാൻ അയാളുടെ ശമ്പളക്കാരനാണ്, അല്ലാതെ മേലുദ്യോഗസ്ഥനല്ല ഇങ്ങനെ വാരിക്കോരി തരാൻ, എന്തായാലും കൊണ്ടുപോവാ എന്ന് പറഞ്ഞ് മേടിക്കും കേട്ടോ. അങ്ങനെ മേടിച്ചു കൊടുക്കുമ്പോൾ നബി പറയുകയാണ്, ഇനി നീ തന്നെ എൻ്റെ തലയിൽ വെച്ചതാ എന്ന് പറയുമ്പോഴത്തേക്കും അബി പറയുന്നുണ്ട്, എന്താ കടക്കാരി നയനയുടെ തലയിൽ ആദർശം മുല്ലപ്പൂവും വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞായിരുന്നോ? ഇല്ലല്ലോ, മേടിച്ചു കൊടുക്കാറുണ്ടെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ എന്ന് ചോദിക്കും. നബി പറയുകയാണ്, മേടിച്ചും കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, തല വെച്ച് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ നിനക്ക് എന്താ ബുദ്ധിമുട്ടെന്ന് ചോദിക്കുമ്പോഴേക്കും അബി ഒരു ബുദ്ധിമുട്ടും ഇല്ലയെന്ന് പറഞ്ഞ് വെച്ച് കൊടുക്കുക കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും ഇവർ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലോട്ട് പോവാണ്. അബി നോയമ്പോൾ ആയതുകൊണ്ട് ഞാൻ എന്തായാലും നോൺ വെജ് കഴിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ നബിയെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നയനേനെയാണ്. നയനയാണെങ്കിൽ ആകെ പയ്യെ നടന്ന് ക്ഷീണിച്ച് വന്ന് അവിടെ ഇരുന്ന് ഗോവിന്ദനെ സഹായിക്കാൻ തുടങ്ങും കേട്ടോ. ആ സമയത്ത് എല്ലാവരും പറയുന്നുണ്ട്, ഇപ്പം ശരീരമൊന്നും അനക്കണ്ട എന്ന് പറയുമ്പോൾ നയന പറയുന്നുണ്ട്, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, എല്ലാം മാറി, എല്ലാം ശരിയായി എന്നൊക്കെ പറഞ്ഞ് സഹായിക്കാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആദർശങ്ങൾ വരുന്നേ. അപ്പോഴത്തേക്കും കനക പറയുന്നുണ്ട്, അതേ ഇപ്പം മോൻ വരുന്നുണ്ടല്ലോ, മോനോട് ചോദിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്തു എന്ന് പറയും കേട്ടോ. അപ്പോൾ ആദർശം വരുമ്പോഴേക്കും നന്ദു എഴുന്നേറ്റ് മാറിക്കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ ആദർശം അവിടെ നിന്നിട്ട് പറയുകയാണ്, ഞാനിപ്പോൾ വന്ന് വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്, അമ്മേൻ്റെ ഒരു ചെക്ക് ഒന്ന് വിട്ടായിരുന്നു, ഒരു 50 ലക്ഷത്തിൻ്റെ ചെക്ക് എന്ന് പറയുമ്പോഴേക്കും നയന പെട്ടെന്ന് ചോദിക്കുവാണ്, ഞാനാ കരൾ തന്നേന്ന് അമ്മ അറിഞ്ഞോ? അപ്പോൾ എൻ്റെ സഹായം വേണ്ടാന്ന് പറഞ്ഞ് തന്നായിരിക്കുമല്ലേ ആദർശേട്ടാന്ന് ചോദിക്കുമ്പോഴേക്കും ആദർശം പറയുന്നുണ്ട്, ഇതങ്ങനെയൊന്നും അല്ല, അമ്മ ഒരുപാട് സന്തോഷത്തോടുകൂടെ കരൾ തന്ന പെൺകുട്ടിക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടി തന്ന ചെക്ക, അവൾക്കോ അവളുടെ ഹസ്ബൻഡിനോ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും കൊടുക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് പറയുക കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ നയന പറയുകയാണ്, എനിക്ക് വേണ്ട, എനിക്കൊരു ചില്ലി പൈസ പോലും വേണ്ട, ഞാനതൊന്നും ആഗ്രഹിച്ചിട്ടല്ലല്ലോ അമ്മയ്ക്ക് കരൾ ദാനമായിട്ട് കൊടുത്തേ, അതുകൊണ്ട് എനിക്ക് വേണ്ടെന്ന് പറയും കേട്ടോ. അപ്പോൾ ആദർശം പറയുകയാണ്, നീ എന്നെ ആകെ ധർമ്മസങ്കടത്തിലാക്കരുത് എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും കനകയും പറയാണ്, അത് വേണ്ട മോനെ. ഗോവിന്ദനും പറയുന്നുണ്ട്. അത് കഴിയുമ്പോൾ കനക പറയുന്നുണ്ട്, മോനിപ്പോൾ കൈ വെച്ചോ, എന്തായാലും മോൻ മലയ്ക്കൊക്കെ പോയി കഴിഞ്ഞ് വരുമ്പോൾ അയ്യപ്പസ്വാമി തന്നെ എല്ലാത്തിനും ഒരു പ്രതിവിധി കാണിച്ചു തരും, മോൻ തന്നെ ഇത് സൂക്ഷിക്കുക എന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കും ആദർശവരാണ്, ഇത് മേടിച്ചോന്ന് ചോദിച്ചാൽ അമ്മ ഇപ്പം വിളിക്കും, എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല എന്നും പറഞ്ഞ് ആ ചെക്കും കൊണ്ട് വളരെ സങ്കടത്തോടെ അവിടെ നിന്ന് പോവുക കേട്ടോ. പിന്നെ കാണിക്കുന്നത് കനകേനെയാണ്. കനക പറയുന്നുണ്ട്, പണ്ടായിരുന്നെങ്കിൽ സ്വത്തിനോടൊക്കെ എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു, ഇപ്പോൾ എത്ര കിട്ടിയാലും വേണ്ടാന്നുള്ളതേ ഉള്ളൂ, മക്കൾ നന്നായിട്ട് ജീവിക്കണം എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും നയന പറയുന്നുണ്ട്, അതെന്തായാലും ഞങ്ങൾക്ക് സാധിച്ചമ്മേ, ഈ നാട്ടിലുള്ളവർക്കും എല്ലാവർക്കും ഉള്ള പോലെ അത്രയും നല്ല മതിപ്പുള്ള ഒരു കുടുംബത്തിലോട്ട് തന്നെയാണ് ദൈവാനുഗ്രഹിച്ചങ്ങൾ കയറി ചെന്നേക്കുന്നതെന്ന് പറയുവാണ്. പിന്നെ കാണിക്കുന്ന അനാമികനെയാണ് കേട്ടോ. അനാമികയുടെ അടുത്ത് ജലജി ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുവാണ്. പറയുവാണ്, അഭി വരെ അവളെ പുറത്ത് കൊണ്ടുപോയി, മോളെ അവൻ കൊണ്ടുപോകുന്ന പോലും ഇല്ലല്ലോ അനി എന്നൊക്കെ പറയുമ്പോഴേക്കും അനാമി പറയാണ്, എങ്ങനെ കൊണ്ടുപോകാനാ, അവളല്ലേ നന്ദു, അവളല്ലേ മനസ്സിൽ ഫുള്ള് എന്ന് പറഞ്ഞ് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. ആ സമയത്ത് അബി നവിയും കൊണ്ട് കയറി വരുവാണ്. അപ്പോൾ ഷോപ്പിങ്ങിന് പോയതും ഫുഡ് കഴിച്ചതും സിനിമ കണ്ടതും മുടിയിൽ മുല്ലപ്പൂ മേടിച്ചു വെച്ചതൊക്കെ പറയുമ്പോഴേക്കും അനാമികയ്ക്ക് ആകെ കൊള്ളുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും അനാമികയുടെ ജലജ പറയാണ്, അബിക്ക് എന്ത് പറ്റിയോ എന്നിങ്ങനെ അറിയാൻ പാടില്ല എന്ന് പറയുമ്പോഴത്തേക്കും അബിക്ക് എന്ത് പറ്റാൻ, നിനക്ക് എന്തെങ്കിലും പറ്റിയോടാ എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ നവ്യ കളിയാക്കി. അപ്പോഴേക്കും ഒന്നുമില്ല, എൻ്റെ ഭാര്യയും കൊണ്ട് എനിക്ക് പുറത്തു പോകാൻ തോന്നി പോയി എന്നുള്ള രീതിയിൽ പറയുവാണ്. എന്നിട്ട് അബി പറയണം, മകരമാസം വരെ എന്തായാലും ഇങ്ങനെ പോട്ടെ അമ്മേ എന്നിങ്ങനെ പറയുക കേട്ടോ, ജലജനെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി. അപ്പോഴത്തേക്കും അനാമിക അവിടെ ചോദിക്കുക, അപ്പോൾ മകരമാസം കഴിഞ്ഞാലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ജലജയ്ക്ക് ദേഷ്യം വരുവാണ് കേട്ടോ. ജലജ പറയണം, കുംഭമാസം, അത് കഴിയുമ്പോൾ മീനമാസം, ആ ചൂടിൽ ആരൊക്കെ വെന്തു പോകുമെന്ന് ആർക്കറിയാം എന്ന് പറയുമ്പോഴത്തേക്കും നവ്യ പറയുന്നുണ്ട്, എൻ്റെ അമ്മായിയമ്മ വെന്തു പോകാതിരിക്കാൻ ഞാൻ ശ്രമിക്കാം എന്ന് പറയുമ്പോഴേക്കും ജലജയ്ക്ക് പേടിയാവുകയാണ് കേട്ടോ, ഇനി എല്ലാം വിളിച്ച് പറഞ്ഞാലോ നവ്യാന്ന് ഓർത്ത്. അത് കഴിയുമ്പോഴേക്കും അബി നവ്യയും കൂടെ അവിടെ നിന്ന് കയറിപ്പോവാണ്. ജലജയാണെങ്കിൽ പറയുകയാണ്, മോളുടെ കഷ്ടകാലം എന്ന് പറഞ്ഞ് വീണ്ടും അനാമികനെ കുത്തി ഇളക്കുവാണ് കേട്ടോ. ഇതൊക്കെ കേട്ട് അനാമിക നേരെ ചെന്ന് അനിയുടെ അടുത്ത് ചാടുവാണ്. എന്നിട്ട് പറയുകയാണ്, ദേ ഈ വീട്ടിൽ ഏറ്റവും സെൽഫിഷാണെന്ന് നീ പറഞ്ഞ ആൾ പോലും ഭാര്യയും കൊണ്ട് കറങ്ങാൻ പോയി, നീ എന്താ കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കുക കേട്ടോ.
അപ്പോഴത്തേക്ക് അനി പറയുകയാണ്, എനിക്ക് കുറച്ച് സ്വസ്ഥത വേണം, നിനക്ക് തീരെ പറ്റുന്നില്ല, എന്നെ ഭയങ്കര സംശയമാണെന്നുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്ത് താലി പൊട്ടിച്ച് നിൻ്റെ വീട്ടിൽ പോയി നിന്നോ എന്ന് പറയും കേട്ടോ. ഇതൊക്കെ കേട്ടുകൊണ്ട് ദേവയാനി അങ്ങ് വരുവാണ്. ദേവയാനി പറയുന്നുണ്ട്, നിങ്ങളിതെന്താ 7 നേരം വഴക്കാണല്ലോ എന്ന് പറയുമ്പോഴേക്കും അനാമിക പറയുവാണ് കേട്ടോ, ദേ എൻ്റെ ഒരു അവസ്ഥ നോക്ക് വല്യമ്മേ, അഭിയേട്ടൻ പോലും നവ്യനെ പുറത്തെല്ലാം കൊണ്ടുപോയി കറങ്ങാൻ, ആദർശനാണെങ്കിൽ 24 മണിക്കൂർ നയനയുടെ അടുത്ത്, എൻ്റെ കാര്യം നോക്ക് എന്ന് പറഞ്ഞാൽ ആ കൊതികുത്തി അവിടെ നിന്ന് കയറി പോവാട്ടോ. ഇതൊക്കെ കഴിയുമ്പോഴേക്കും ദേവയാനി അനിയോട് പറയുന്നുണ്ട്, അനാമിക മോൾ പറയുന്നതൊക്കെ ശരിയാ, നിൻ്റെ ഓരോരോ പ്രവൃത്തികൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, നിനക്ക് മോളെ പടിയിറക്കിയിട്ട് അവളുമാരുടെ അനിയത്തിനെ ഇവിടെ കൊണ്ടുവരണം എന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോൾ അനി പറയുന്നുണ്ട്, എല്ലാവരും അവളുടെ വിഷമം മാത്രമേ കാണുന്നുള്ളൂ, അതിലും വേദനിക്കുന്നുണ്ട് ഞാൻ, ഉള്ളിലാന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ദേവയാനി ഒന്നും മിണ്ടാതെ നിൽക്കുവാണ്. അത് കഴിയുമ്പോൾ അനി പറയുന്നുണ്ട്, ഈ വീടിന് യോജിച്ച മരുമോളല്ല എന്ന് എപ്പോഴും വലിയമ്മ പറയുന്ന ഒരു മരുമോളുണ്ടല്ലോ, എൻ്റെ നയനടത്തി മാത്രമേ ഈ വീടിന് യോജിച്ചേ, നയനടത്തി ചെയ്ത അത്രയും നല്ല കാര്യങ്ങൾ ആരും ഈ വീടിന് വേണ്ടി ചെയ്തിട്ടില്ല, അതെന്തെങ്കിലും വലിയമ്മയ്ക്ക് മനസ്സിലാവും എന്ന് പറയും കേട്ടോ. ഇതൊന്നും കേൾക്കുമ്പോഴേക്കും ദേവയാനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പം ദേവയാനി പറയുന്നുണ്ട്, നന്മ ചെയ്ത കാര്യമൊന്നും നീ എന്നോട് പറയണ്ട, നന്മ ചെയ്തൊരു പെൺകൊച്ചുണ്ട്, എനിക്ക് ശരീരത്തിൻ്റെ വേദന പോലും നോക്കാതെ സ്വന്തം ശരീരം മുറിച്ച് കരൾ പകുത്തുന്നൊരു പെൺകൊച്ച്, അവൾക്ക് ഞാൻ ചെക്ക് ആദർശിൻ്റെ കൊടുത്തു വിട്ടിട്ടുണ്ട്, ചെക്കല്ല എന്ത് കൊടുത്താലും മതിയാവില്ല എന്നിങ്ങനെ പറയും കേട്ടോ. ഇതൊക്കെ കേട്ട് ഒന്നും മിണ്ടാതെ ദേവയാനിയുടെ അവസ്ഥ ഇങ്ങനെ ഓർത്ത് നിൽക്കുന്ന അനിയെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും